അങ്ങനെ ഞങ്ങൾ ആദ്യ വെള്ളിയാഴ്ച കുറവലങ്ങാട് പള്ളിയിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. വണ്ടി കണ്ടീഷൻ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ആളോട്ട് വണ്ടി നോക്കി നിൽക്കുകയാണ്. വണ്ടി കയറ്റം പിടിക്കില്ലാത്ത കാരണം ഞങ്ങൾ വണ്ടിക്ക് പോക്ക് ഉപേക്ഷിച്ചു. ഓട്ടോ വരാൻ വെയിറ്റ് ചെയ്യാണ്. ഓട്ടോ വരുന്നുണ്ട്. മാളൂട്ടിക്ക് ഇപ്പോഴേ നടക്കാൻ മടിയാണ്. അവൾ അച്ഛൻ്റെ തോളെ കയറി. ഓട്ടോ ചേട്ടൻ വരുന്നുണ്ട്. ഞങ്ങൾ ഉഴൂർ ടൗണിൽ ചെന്നിട്ട് ബസ്സിന് പോകാനുള്ള പ്ലാനിങ്ങിലാണ്. ഉഴൂർ ചെന്നിട്ട് കുറേ സമയം ഞങ്ങൾ ബസ് നോക്കി നിന്നു. ഒരുപാട് സമയം ബസ് നോക്കി നിന്നു. എന്നിട്ടാണ് ഒരു ബസ്, ഒരു KSRTCയൊക്കെ കിട്ടിയത്. ആദ്യ വെള്ളിയാഴ്ച ആയത് കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. എല്ലാവരും വണ്ടിക്ക് പോകാനായിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു ബസ്സിൽ. നമ്മൾ പള്ളിയിലെത്തി. നല്ല തിരക്കുണ്ട്. 5 ക്യൂ ആയിരുന്നു. എണ്ണ ഒഴിക്കാൻ കുരിശടിയിൽ എണ്ണ ഒഴിക്കാൻ 5 ക്യൂ ആയിരുന്നു. അത്ര ലേറ്റായി പോയിരുന്നു. രാവിലെ പോയിരുന്നെങ്കിൽ തിരക്കുണ്ടാവുകയില്ലായിരുന്നു. ഇത്രയും തിരക്കുണ്ടാവില്ലായിരുന്നു. ആൾക്കാർ വന്നും പോയി നിൽക്കുകയാണ്. അത്രയും ഭക്തിസാന്ദ്രമായിട്ടുള്ളൊരു നിമിഷമാണ് ആദ്യ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ കുറവലങ്ങാട് പള്ളിയിൽ ക്രിസ്ത്യൻസിനേക്കാൾ കൂടുതൽ പോകുന്നത് ഹിന്ദുക്കളാണ്. അത്രയും വിശ്വാസമാണ് മുത്തിയമ്മയുടെ പള്ളി എന്ന് പറയുന്നവർക്ക്. വിളിച്ചാൽ വിളി കേൾക്കും മുത്തിയമ്മ. അതുപോലെ വിശ്വാസമുണ്ട് നമുക്ക് എല്ലാവർക്കും. നമുക്ക് മുത്തിയമ്മയുടെ മുന്നിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോലും പറ്റില്ല. അറിയാണ്ട് കണ്ണങ്ങ് നിറഞ്ഞ് ഒരു വിങ്ങലാണ്. എനിക്ക് മാത്രമാണോ അതോ എല്ലാവർക്കും അങ്ങനെയാണോ എന്നറിയില്ല. എനിക്കങ്ങനെയാണ്. ചരിത്രപ്രസിദ്ധമായൊരു പള്ളിയാണ് കുറവലങ്ങാട് പള്ളി. ആളുകൾ വന്നും പോയി നിൽക്കുകയാണ്. എന്ത് വെയിൽ, ഇത്രയും വെയിലും ചൂടും ഉണ്ടായിട്ട് പോലും അത്രയും ഭക്തിയാണ്. ഭക്തിയോടുകൂടി അത്രയും വിശ്വാസത്തോടു കൂടിയാണ് അവർ എല്ലാവരും ഈ ആദ്യ വെള്ളിയാഴ്ച നോക്കി കാണുന്നത്. ഇതാണ് നമ്മുടെ കുരിശ്. ഈ കുരിശ് ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഏകദേശം ഒരു 48 അടി ഉയരമുണ്ട് ഇതിനെന്ന് പറയപ്പെടുന്നുണ്ട്. കേരളത്തിൽ തന്നെ ഏറ്റവും ഉയരമുള്ളൊരു കുരിശുകളിൽ ഒന്നാണിത്. നമ്മൾ എണ്ണ ഒഴിച്ചു. നമ്മൾ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്താണ് നമ്മുടെ നീരുറവയൊക്കെ ഉള്ളത്. ഇടയബാലന്മാർക്ക്, വിശന്ന് വലഞ്ഞു വന്ന ഇടയബാലന്മാർക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട് കല്ലപ്പമാക്കിയും നീരുറവ കൊടുത്തു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇത് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളിലെ ബോർഡാണ് എഴുതി വച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് കുറവലങ്ങാട് പള്ളിയിൽ തന്നെയാണ്, കേരളത്തിൽ. ഇതാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം. ഇവിടെ പള്ളി പണിയണമെന്ന് ഇടയബാലന്മാർക്ക് മാതാവ് ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ പള്ളി സ്ഥാപിച്ചിരിക്കുന്നത്. മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഇടയബാലന്മാർക്ക് നീരുറവ കൊടുത്ത സ്ഥലം ഇതാണ്. ഇത് സെമിത്തേരിയാണ് കേട്ടോ.
ഇവിടുത്തെ ഒരു പ്രത്യേകത, ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിന് ഇവിടെ നിന്നാണ് മുത്തുക്കുട പള്ളിയിൽ നിന്നാണ് കൊടുത്തു വിടുന്നത്. എന്നാൽ പള്ളിയിൽ 3 നോയമ്പിന് അമ്പലത്തിൽ നിന്നും ആനയെ പ്രദക്ഷിണത്തിന് എത്തിക്കുകയും ചെയ്യാറുണ്ട്. ഇന്നും തുടർന്നു പോകുന്നുണ്ട് കേട്ടോ ആചാരം. ഇത് മണിമാളികയാണ്. ഇതിൽ 3 ഭീമൻ മണികളാണുള്ളത്. അത് അതിൻ്റെ ഭാരം കാരണം ആളുകൾ ചവിട്ടിയാണ് അത് മണിയടിക്കുന്നത്. അച്ഛനും മോളും വെയിൽ കൊണ്ട് ക്ഷീണിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കുരിശടിയിൽ എണ്ണ ഒഴിച്ചു. ഞങ്ങൾ മടങ്ങി പോവുകയാണ്. ഉടനെ തന്നെ ഞങ്ങൾക്ക് താമസിയാതെ തന്നെ ഞങ്ങൾക്ക് ബസ് കിട്ടിയതുകൊണ്ട് ഞങ്ങൾ ഉടനെ തന്നെ ടൗണിലെത്തിയായിരുന്നു കേട്ടോ. ആൾക്കാരിപ്പോഴും വന്നും പോയി നിൽക്കുകയാണ്. ഞങ്ങൾക്ക് വേഗം തന്നെ ബസ് കിട്ടിയതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ വീടെത്താൻ സാധിച്ചു. റോഡിൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ഉണ്ട്. ആൾക്കാർ പള്ളിയിലേക്ക് വെള്ളിയാഴ്ച നല്ല തിരക്കാണ് പൊതുവെ. അങ്ങനെ ഞങ്ങൾ ഒടുവിൽ ടൗണിലെത്തി. ഒരു നാരങ്ങാവെള്ളമൊക്കെ കുടിച്ചിട്ട് പതിയെ പോകാമെന്ന് വിചാരിച്ചു. രാവിലെ വിളിച്ച ഓട്ടോ ചേട്ടനെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഇരിക്കുകയാണ്. അങ്ങനെ ഓട്ടോ വന്നു. ഞങ്ങൾ വീട്ടിലേക്കുള്ള മടക്കത്തിലാണ്. അച്ഛന് ചെന്നിട്ട് വേണം ഡ്യൂട്ടിക്ക് പോകാൻ. അത്യാവശ്യം നല്ല വെയിലും ചൂടുമായിരുന്നു. എങ്കിലും നമ്മൾ മുത്തിയമ്മയുടെ അടുത്ത് പോകുക എന്നുള്ളത് നമ്മുടെ ഒരു സന്തോഷമായിരുന്നു. ഇതൊക്കെ നമ്മുടെ സ്ഥലങ്ങളാണ് കേട്ടോ. നമ്മുടെ വീടെത്താറായി. അങ്ങനെ ഈ സ്ഥലമെത്തി. മാളൂട്ടി വേഗം ഓടി പോവുകയാണ്. വെയിൽ കൊള്ളാൻ വയ്യാത്ത കാരണം. എങ്കിലും അത്യാവശ്യം മഴക്കാറുണ്ട്, കാറ്റും മഴക്കാറും ഉണ്ട്. വൈകിട്ട് മഴ പെയ്യാനുള്ള ചാൻസിന് വേണ്ടിയിട്ടാണ്. നല്ല കാറ്റുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം.